ആയിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. ഡാൻസേഴ്സും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ചോദിക്കാം ജഡ്ജസിനടുത്ത്. ശ്രീയേട്ടൻ പഴയ പാട്ടാണ്, മറ്റാര് പറയാൻ? ബാബു നന്നായിട്ട് പാടി കേട്ടോ, വെരി ഗുഡ്. ബാബു വളരെ ഈസി ആയിട്ട് പാടി. കാരണം അതൊരു സാധാരണ രീതിയിൽ ഇത് കുറച്ച് സ്ട്രെയിൻ വരുന്ന ഒരു സോങ് ആണ്. വളരെ ഈസി ആയിട്ട് പാടി, വെരി ഗുഡ്. അതുപോലെ തന്നെ നീയും എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് എത്താനുണ്ട്. നീയും ഗാന്ധാരം എത്തിയിട്ടില്ല. പിന്നീട് കുറച്ച് സ്ക്രാച്ച് ഉണ്ട് വോയിസിൽ അവിടെ ഇവിടെയൊക്കെ. അത് ശരിയായിക്കോളൂ. അത് പണ്ട് ഒരുപാട് ഓവർ സ്ട്രെയിൻ ചെയ്തതിന്റെ ബാലൻസ് ആണ്. അത് ശരിയായിക്കോളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഞാന് ഈ പാട്ട് പാടിയതിനകത്ത് പാട്ട് പാടി റെക്കോർഡിങ്ങിന് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് മൂമെന്റ് വന്നപ്പോ കൈവിട്ടു പോയൊരു സ്ഥലമുണ്ട്. ആ പൊയ്യോ പുളനി ആ ഡബിൾ വോയിസ് ഉണ്ടല്ലോ, അത് നന്നായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ഒരു സുന്ദരി എന്നൊരു ഔട്ട് ഓഫ് വെയിൽ പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ ബാബു പാടി കേട്ടോ. കാരണം അത് ഇനി എനിക്ക് വിചാരിച്ചാലും എനിക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് പാടിയപ്പോഴും. അതൊന്ന് പാടാമോ ആ സ്ഥലം? ഓർമ്മയുണ്ടോ ഞാൻ പറയുന്നേ? മധുവിധുവിന് ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം സുന്ദരി. കണ്ടോ, അത് വേറെ നോട്ടാണ്. അത് എനിക്ക് പണ്ടൊക്കെ ഒറ്റ ടേക്കിൽ പോകണ്ടല്ലേ. ഈ ഒറ്റ ടേക്കിൽ നമുക്ക് അങ്ങനെ ഈ പഞ്ച് ചെയ്തൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ എടുക്കുന്നെങ്കിൽ മുഴുവനായിട്ടൊരു ചരണം മുഴുവൻ എടുക്കണം. അപ്പൊ അന്തം വിട്ട് പാടിയപ്പോഴത്തേക്ക് പറക്കണം സുന്ദരി ഇങ്ങനെ ആയിപ്പോയി. അതൊരു സ്റ്റൈലായിട്ട് മാറി. പക്ഷെ അത് ബാബു അത് കറക്റ്റായിട്ട് പാടി, അത് പിടിച്ചു പാടി. സാധാരണ ഇതിൽ എല്ലാരും പാടുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകുന്ന. കൊള്ളാം കേട്ടോ, നന്നായിരുന്നു. എന്തായാലും ദൈവം കായംകുളം കൊച്ചുണ്ണിയെ സഹായിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ബാബുവിനിപ്പം കാഴ്ച ഇത് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഈ കാഴ്ച തിരിച്ചു കിട്ടൂ? കാഴ്ച ജനിച്ചപ്പോഴേ ഉള്ളതാണ്, തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ നോക്കിയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. അല്ല, ഒന്നുകൂടെ നോക്കാത്ത എന്താ? കാരണം നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓൾ ഓവർ ദ വേൾഡ് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താ പറഞ്ഞ അകമഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ ബാബുവിനെ ഒന്ന് നോക്കിയോ, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞൂടെ? സാറേ, എനിക്ക് അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ എനിക്ക് നിൽക്കുന്ന, ഞാൻ അന്ന് എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു സാറ് എന്റെ പാട്ടിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും. പിന്നെ കണ്ണ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും എനിക്ക് തുണയായിട്ടുള്ളത്, എനിക്ക് ഏറ്റവും എന്തൊക്കെ ഞാൻ ആയിത്തീരും എനിക്കൊരു വിജയം എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഈ അന്ധത, അനാഥത്വം, ഈ രണ്ട് കാര്യമാണ് എന്റെ ജീവിതത്തിൽ തെരുവിൽ നിന്നും എന്നെ ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗർ വരെ കൊണ്ടെത്തിച്ചത്. അപ്പം എനിക്ക് അങ്ങോളം അതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആ കാഴ്ച വേണ്ടെന്നാണോ ബാബു? ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ കാഴ്ച. പിന്നെ എന്റെ കാഴ്ച എന്ന് പറഞ്ഞ എന്റെ ഭാര്യ എന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ്. എന്റെ മക്കള്, അവരിലൂടെയൊക്കെ ഞാൻ എല്ലാരെയും കാണുന്നു എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരിലൂടെയും എല്ലാവരും എന്റെ കണ്ണാണെന്നാണ് ഞാൻ, എന്നെ സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെ. എന്തായാലും ബാബുവിന് നല്ലത് വരട്ടെ. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ടാ. ദീദി. ഹായ് ബാബു, ദീദിയാ. താങ്ക് യു സർ. லவ்லி பெர்ஃபார்மன்ஸ். எனக்கு ரொம்ப பிடிச்சது உங்க பாட்டு. அப்புறம் உங்க ஸ்பிரிட் இஸ் மோஸ்ட் ரியலி ஃபேண்டாஸ்டிக். குட் டான்சர்ஸ் எல்லாரும். நல்லதாச்சு உங்களை பார்க்க முடியல, ஏன்னா எனக்கு ரொம்ப வருத்தமா இருக்கு. ஆனா உங்க ஸ்பிரிட் இஸ் so fantastic because it's really not negative, you know. Shriyata chalapodhu God gives something and takes it away. So I'm with you on this, okay Babu, and with your whole family. Namba ellarum actually we're all with you and your family. Romba nalla irundhudu Sundaran. Thank you. ചിത്ര ചേച്ചി. ബാബു നന്നായിട്ട് പാടി ബാബു കേട്ടോ, അസലായിരുന്നോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബീജിയത്തിൽ ഒരു ആലാപ്പ് പാടിയില്ലേ, അസലായിരുന്നു അത്. പിന്നെ അതുപോലെ ഇടയ്ക്ക് ആ വോയിസ് ചേഞ്ച് ചെയ്ത് പാടിയത്, അതൊക്കെ വളരെ നല്ലതായിരുന്നു. അത് ഇടയ്ക്ക് നാദസ്വരം വായിച്ചത്, മൈക്ക് പിടിച്ച്, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. വളരെ കുറച്ച് ആകെ 1-2 സ്ഥലങ്ങളിലെ വോയിസിന് ഇത്തിരി സ്ട്രെയിൻ തോന്നി.
ആദ്യത്തെ ആലാപ്പ് പാടിയപ്പോഴല്ല രണ്ടാമത്തെ ഫ്രേസ് ഒന്നുകൂടെ വൃത്തിയാക്കാമായിരുന്നു. അത്രയാണ്. ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ബാക്കിയൊക്കെ നന്നായിരുന്നു ബാബു. കേട്ടോ, നന്നായിട്ട് ഇതേ ലെവലിൽ തന്നെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് മുമ്പോട്ട് വരണം. കേട്ടോ ബാബു, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ശരത് സാർ. താങ്ക് യു ചേച്ചി. ബാബു, ശരത്താണ് ബാബു. ആ സാർ. സുഖാണോ ബാബുന്? സുഖമാണ് സാറ്. ഇപ്പൊ ബാബുവിന്റെ പാട്ട് കേട്ടപ്പോ എനിക്ക് പരമാനന്ദ സുഖമാണ് കേട്ടോ. എനിക്കിഷ്ടായി. നന്നായി ബാബു കേട്ടോ. എല്ലാം നന്നായിരുന്നു. എല്ലാരും ഇവരൊക്കെ പറഞ്ഞു. അണ്ണാച്ചിയും പറഞ്ഞു, ചേച്ചി പറഞ്ഞു, ദീദി പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. മോനെ ഈ ശബ്ദാടപ്പ് മാത്രം ഒന്ന് ഇനി സ്ട്രെയിൻ ചെയ്യാണ്ട് മാറ്റണം കേട്ടോ ബാബു. അത് മാത്രം മതി. നന്നായിരുന്നു കേട്ടോ. എനിക്ക് നേരത്തെ വരെ നല്ല ശബ്ദമായിരുന്നു. കുറച്ച് നേരത്തെ വരെ ഞാൻ ഈ ഇതിൽ വരുമ്പോഴും എന്താണെന്ന് അറിയില്ല, തണുപ്പിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് ശബ്ദം അങ്ങ് വല്ലാതാകുന്നു. അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. ഞാൻ എ സിയിലൊന്നും അങ്ങനെ പാടിയിട്ടില്ല ഇതിനു മുൻപ്. അത് കുഴപ്പമില്ല. പിന്നെ എല്ലാരും എ സിയിലൊന്നുമല്ലല്ലോ ജനിക്കുന്നത്. അതങ്ങ് സെറ്റ് ആയിക്കോളും പിന്നെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ബാബു, എല്ലാവർക്കും ബാബുവിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ മാർക്സ് എത്രയാണെന്ന് ചോദിക്കാം. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? 66. 66 ആയിരുന്നു. അപ്പോ ഇനി ഡാൻസ് നമ്പേഴ്സ് റൗണ്ടിൽ എത്രയാണ് ശ്രീയേട്ട? ഔട്ട് ഓഫ് 25? 17. 17. ചിത്ര ചേച്ചി? 17. ദീദി? ബാബു എന്നെ ഒരു പ്രാവശ്യം ദീദിന്ന് വിളിച്ച്. ദീദി, ദീദി. ദീദി. ഹായ് ബാബു. ഗോൾഡൻ ദീദി. അയ്യോ ഡാർലിംഗ്, നിങ്ങ ലവ് യു. 17. 17. മൈ ക്രൈ ബേബി ദീദി. ശരത് സാർ. ബാബു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇനി ബാബു മിമിക്രി ഒക്കെ കാണിക്കും. എനിക്ക് ഒരു ധ്വനി ഞങ്ങളുടെ കാതുകളിലെത്തി. സത്യമാണോ? എനിക്ക് മിമിക്സ് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ ഇതിനു മുൻപൊക്കെ പലരെ അനുകരിക്കുമായിരുന്നു. പക്ഷെ ഈ വോയിസിന്റെ ഇതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, എനിക്ക് വളരെ കൂടുതൽ ഞാൻ ഈശ്വരന് തുല്യം ആരാധിക്കുന്ന ചില സംഗീതജ്ഞരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശബ്ദം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അനുകരിക്കാറ്. അതൊന്ന് കേൾക്കാം. അതല്ല കേൾക്കണ്ടേ. ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്റെ ഗുരുനാഥന് സമം സ്നേഹിക്കുന്ന ഗുരു സ്ഥാനത്ത് എന്റെ ഈശ്വരൻ തുല്യം ഞാൻ കാണുന്ന സാറിന്റെ കൂടി ഗുരുവായ ബാലമുരളി സാറിന്റെ ശബ്ദം ഞാനൊന്ന് അത് സാറ് ലൈവിൽ പാടിയ ഒരു സംഗതി ഞാൻ മിക്കവാറും സാറിന്റെ കച്ചേരി കേൾക്കാറുണ്ട്. നല്ലതാ. അതിന് ശ്രുതി വേണോ ബാബു? ഇച്ചിരി ഇട്ടോളൂ സാർ. ഇച്ചിരി ഇട്ടോ ബാബു. വല അതെന്തോന്നു? കൊള്ളാം ബാബു. പക്ഷെ എന്റെ ഗുരുജി ഇങ്ങനെ മറ്റേ ആ പഴഞ്ചൻ രീതിയിലോട്ട് പോകത്തില്ല കേട്ടോ. എന്നാലും ബാബു കാണിച്ചത് ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഗുഡ്. വേറെ ആരാണ്? നസീർഗാഴി സാറ്. ആ സൂപ്പർ. അതിന് ഇതേ ശ്രുതിയാണ്. ഇച്ചിരി മതിയോ ശ്രുതി? സാർ ശ്രുതി മതി. നന്നായിരുന്നു. നൈസ്. അടുത്തത് സാറേ ഇനി നമ്മുടെ MD രാമദാസ് സാറ്. ആ ശ്രീ ഇനി സാറേ നമ്മുടെ ഗാനഗന്ധവൻ ദാസ് സാറിന്റെ 33ാമത്തെ വയസ്സിലെ പിറന്നാളിന് ചെമ്പേ സ്വാമി അദ്ദേഹത്തെ അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ശകലം പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ശകലം രാഗവിസ്താരം. ശ്രുതി സാർ. ഇച്ചിരി ശ്രുതി കൊടുക്കും. ഇന്ന് നമ്മുടെ ദാസന് 33 വയസ്സ് പിറന്നാളാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്നത്തെ കച്ചേരി തന്നെ.
ഈ തമ്പൂര് ദാസന് പ്രസന്റ് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ടി വി ഗോപാലകൃഷ്ണന്റെ വകയാണ് തമ്പൂര്. വേറെ പിന്നെ സാറേ അതുപോലെ ശേഷഗോപാൽ സാർ. ആഹാ, പോരട്ടെ പോരട്ടെ. അടുത്തത് സാറേ അതുപോലെ നമ്മുടെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായിരുന്നു. ശ്രീയേട്ടന് സാറ് ഇതൊക്കെ പറഞ്ഞില്ല, എനിക്ക് ശ്രീയേട്ടന് ഇത്ര തന്നെ എനിക്ക് പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പൊ ശ്രീയേട്ടന്റെ നമ്മുടെ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം അനശ്വരനായി നിൽക്കുന്ന രാധാകൃഷ്ണ സാറ്, അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകം അത് ഞാൻ അദ്ദേഹത്തെ തന്നെ നേരിട്ട് ചൊല്ലി കേൾപ്പിച്ചാണ്. ഓച്ചിറ കച്ചേരിക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഇത് ചൊല്ലിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ മിടുക്കനാണ്, വളരെ നന്നായിട്ട് പാടുന്നുണ്ട്, കുഴപ്പമില്ല. എന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചതാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തിനെ ഇവരെല്ലാം ഞാൻ ശരിക്കും ആദരിക്കുകയും ഈശ്വരതുല്യം കാണുന്നവരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. യോഗീന്ദ്രന്മാർക്ക് നിന്മേനിയിൽ അതിമധുരം നിത്യം വാണൻ മനസ്സിൻ കഥനമഖിലവും തീർത്ത് വാതാലേശ. ബാബു, എന്തോ യു ആർ ഗ്രേറ്റ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, ഇന്ന് മിമിക്രി എന്ന് പറയുന്ന വേറൊരു ലെവലിൽ പോവാണ്. ബാബു അതിന്റെ വേറൊരു മേഖല കാണിച്ചു കൊടുക്കും. ദിസ് ഇസ് ക്ലാസിക്സ്. ഇതാണ് ക്ലാസിക് മിമിക്രി എന്ന് പറയുന്നത്. അതായത് എന്താ പറയുന്നത്, എല്ലാത്തിന്റെ മേളിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഇതിവിടെ ആര് കാണിക്കും? ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയില് ഇതുപോലെ ഞാൻ ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു കണ്ടിട്ടില്ല. ബാബു, ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ബാബു. അതെങ്ങനെ ബാബു ഇവരുടെയൊക്കെ ഓരോ സ്റ്റൈലും ഇതൊക്കെ എങ്ങനെ ഹൃദയസ്ഥാക്കി അറിഞ്ഞൂടാ. വളരെ നന്നായിട്ടുണ്ട്. കാര്യം സംഗീതം ഒരു നല്ല തോതിൽ ഉള്ളിലുണ്ടെങ്കിൽ ഇവരെ ആരെയും കാണിക്കാനൊക്കെ. കാര്യം ഇവരെല്ലാം രാക്ഷസന്മാരാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാരും സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്നവരല്ല. അപ്പൊ അവരുടെ ഒരു ആ സ്റ്റൈലും പിന്നെ പാടുന്നതും ചിലതൊക്കെ വളരെ എനിക്ക് വല്ലാതെ അവരെ തന്നെ ആണോന്ന് വരെ തോന്നിപ്പോയി. അതുകൊണ്ട് ബാബു ഇതൊക്കെ ഈ കഴിവൊക്കെ വെച്ചേക്കെ കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ. എനിക്ക് വാക്കുകളില്ല മലയാളത്തില്. എനിക്ക് സാറിന്റെ അടുത്ത് സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് വല്ലതും അറിഞ്ഞിട്ട് വേണ്ട ഞാൻ പഠിപ്പിക്കാൻ. ബാബുന് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചുരുത്തി തരാം ഞാൻ, അതേ ഉള്ളു. അതും അനൂപിന്റെ സഹായത്തോടെ കേട്ടോ. എനിക്ക് സന്തോഷമായി ബാബു. അപ്പൊ ഞാൻ മാർക്ക് പറയട്ടെ, ചേച്ചിക്ക് എന്തോ പറയണം. ബാബു, എന്തോ എനിക്കിന്നത് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഇംപ്രഷൻ ആയിപ്പോയി കേട്ടോ ബാബു. ശരിക്കും ആ പാടിയ സ്റ്റൈലും ബാബുവിന്റെ ബാബുവിന്റെ ഉള്ളിലുള്ള കഴിവ് മുഴുവൻ ഇന്ന് മിമിക്രി കൂടെ ആണെങ്കിൽ പോലും അത് വെളിയിൽ കൊണ്ടുവന്നു കേട്ടോ. ശരിക്കും എന്റെ വളരെയധികം സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. നല്ലൊരു കഴിവുള്ളൊരു നല്ല ജ്ഞാനസ്ഥനായിട്ടുള്ളൊരു പയ്യനാണ് ബാബു കേട്ടോ. എല്ലാ ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. അവരുടെ എല്ലാം ഇപ്പം പാടി കേൾപ്പിച്ച എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവും ബാബുവിന്. ബാബു സൂപ്പറായിട്ടുണ്ട് ബാബു. ബാബുവിന്റെ മിമിക്രിക്ക് 1,00,000 മാർക്ക്, ഇപ്പൊ പാടിയതിന് 17 മാർക്ക്. 17
ബാബുവിന്റെ ടോട്ടൽ മാർക്സ് 68 മാർക്സ് ആണ്. തീർച്ചയായിട്ടും ഈ സ്റ്റേജിൽ നല്ല മാർക്സ് തന്നെയാണ് 68.